എല്ലാ മുത്തുമണികളെ ഭയങ്കര സന്തോഷമുള്ള അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഒരു വർഷത്തോളമായി ഒരു പിഴച്ച തള്ളയ്ക്ക് എന്നെ ആലോചിച്ച് ഉറക്കവും ഇല്ല ഊണും ഇല്ല എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. കാരണം ഓടി നടന്ന് എന്നെ എങ്ങനെ തകർക്കാം, എന്നെ എങ്ങനെ കഷ്ടപ്പെടുത്താമെന്നിങ്ങനെ ആലോചിച്ച് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഓടുന്ന ആ തള്ള ഇന്നലെ ഷെഫീന താത്ത എൻ്റെ സുഹൃത്താണ്, എൻ്റെ വളരെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്താണ്. ഈ എൻ്റെ സുഹൃത്തുക്കളെ മാത്രം തിരഞ്ഞു പോകുന്ന ഈ തള്ള എന്നെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഷെഫീന താത്തേരുടെ അടുത്തും കൂടി പോയിട്ടുണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ പറയണതിൻ്റെ ഇടയിൽ ഒരു സത്യം കൂടി അങ്ങോട്ട് വിളിച്ചു പറഞ്ഞ്, ഞമ്മക്കൊക്കെ ഇത് നേരത്തെ അറിയാവുന്ന സത്യമാണ്. രണ്ട് പാഴ് ജന്മങ്ങൾ, ഒരു മലവാണവും ഒരു തലതെറിച്ച പാവപ്പെട്ട ഉമ്മയും കൂടി സ്വന്തം സമയവും ആരോഗ്യവും ഒക്കെ മെനക്കെടുത്തിച്ച് ആലുവ പോലൊരു പ്രദേശത്ത് പോയിട്ടുണ്ടായിരുന്നു. ഈ പോയ സമയത്ത് അയ്യോ ഞങ്ങൾ ഡാഗിനീരെ വീട്ടിൽ പോയി എന്നൊക്കെ പറഞ്ഞും കണ്ട് കുറേ അധികം വീഡിയോ ചെയ്ത്. ആ ഡാഗിനി ഇന്നലെ എൻ്റെ ഷെഫീന താത്തേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ജന്മങ്ങളാണ്, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തത് കൊണ്ട് തന്നെ ഞാൻ നടു റോട്ടി വെച്ച് ഞാൻ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞു വിട്ട് എന്ന്. എടി ഇതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാടി. എന്തായാലും നന്നായി. എത്ര കള്ളങ്ങൾ കൊണ്ട് എങ്ങനെയൊക്കെ ഇത്രയൊക്കെ വീട്ടിൽ കയറ്റാൻ, ആരെയും വീട്ടിൽ കയറ്റാൻ വേണ്ടിയിട്ട് കൊള്ളൂല. ഇവർ എല്ലാവരും വീട്ടിലും ജോലി സ്ഥലത്തും പാഞ്ഞിട്ട് കയറുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ എൻ്റെ സുഹൃത്തിൻ്റെ ജോലി സ്ഥലത്തും വീട്ടിലും ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നേ. പക്ഷെ വീട്ടിൻ്റെ ഉമ്മർത്ത് പോലും ആളുകൾ കയറ്റിയില്ല എന്ന് മാത്രമല്ല, ഇയാൾക്ക് ജോലിയില്ലാത്ത ഒരു സമയത്തായിരുന്നു ഇയാളുടെ ജോലി സ്ഥലത്ത് പാഞ്ഞിട്ട് പോയത്. അവിടെ ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അയ്യോ ആ ജോലിക്കാർക്ക് കൈക്ക് പണിയായേനെ. എന്തായാലും എല്ലാവരും വീട്ടിലും പിന്നെ ജോലി സ്ഥലത്തും ഒക്കെ പാഞ്ഞിട്ട് കയറുന്നുണ്ട്. ഇവരെ ധാരണ ഇവരെന്തോ വലിയ സാധനമൊന്നാണ്. ഒന്നുമില്ല, കഴുക ജന്മം, കഴുകൻ നാണം കേട്ട കഴുത. എടാ ഇവക്കൊക്കെ വേണ്ടിയിട്ട് സമയം ചിലവാക്കണം നിന്നേക്ക നാണം കേട്ട കഴുതകൾ.